ജനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിയിൽ തന്നെ ചില വ്യക്തികൾ ചില പ്രത്യേകതകൾ അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. അതെന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരുടെ കണ്ണുകൊണ്ട് ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിൽ വാക്കല്ലാതെ ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാം ശ്രദ്ധിക്കേണ്ട പ്രധാനമായ വിഷയമാണ് ഈ പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ, സാധാരണ ജനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിയിൽ തന്നെ ചില വ്യക്തികൾ ചില പ്രത്യേകതകൾ അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. അതെന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരുടെ കണ്ണുകൊണ്ട് ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിൽ വാക്കല്ലാതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വസ്തു നഷ്ടപ്പെട്ടു പോകുക ചെയ്യും. കാരണം അവരുടെ കണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ ഒരു സാധനത്തിനെ കൊടുത്തിരിക്കുന്നു, കൺവിഷം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു സാധനത്തിൽ അത്ഭുതം ഒന്ന് നോക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം കരിഞ്ഞു പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ മടന്നു വരുമ്പോൾ, ഒരാളിങ്ങനെ മടന്നു വരുമ്പോൾ ആ ആൾ പറയുന്നത്, കൊള്ളാമല്ലോ, കാണാൻ എന്ത് രസമാണ് എന്ന് ആ മനുഷ്യനെ നോക്കി ഈ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നറിയാക്കത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഏത് മനുഷ്യനായിക്കോട്ടെ, അങ്ങനെ ഒരാൾ നമ്മളെ നോക്കി അങ്ങനെ പറയാം, ഇപ്പം നിന്നെ കൊള്ളാമല്ലോടെ, നേരത്തെ നീ വളരെ മോശമായിരിക്കായിരുന്നല്ലോ, ഇപ്പം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ ഉടൻ നിങ്ങളുടെ മനസ്സിനകത്ത് പറയാനുള്ളത് ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് എന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞിരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരിക്കണം. അത് പ്രധാനമായൊരു ഭാഗമാണ്. ഇല്ല എങ്കിൽ ആ കണ്ണുകൊണ്ട് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അത് അവർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ആരെയും കുറ്റമൊന്നും പറയല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിക്റും കൂടി ഇവന് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ആ ദിക്റാണ് ഇവിടെ നമ്മൾ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ കൺവിഷമാണ്. അപ്പോൾ കൺവിഷത്തെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി നാക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് അതിലും കഷ്ടമാണ്. നാക്ക് കൊണ്ട് ചില ആൾക്കാർ പറയും ഇത് കണ്ണുള്ള നോട്ടമാണ്, കണ്ണുള്ള നോട്ടം നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സംസാരിക്കും, നാക്കുകൊണ്ട് അവർ പറയും. ആ പറയുന്നതും നാക്കിലും പ്രശ്നങ്ങളുണ്ട്, വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗം ആൾക്കാർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു വൈഷമ്യമേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നാക്കുകൊണ്ട് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഏതോ ആയിക്കോട്ടെ, കണ്ണായാലും ശരി നാക്കായാലും ശരി, എന്തുകൊണ്ട് പറഞ്ഞാലും ശരി തന്നെ, നമ്മൾ അപ്പോഴും നമ്മൾ പറച്ചിൽ കേൾക്കുമ്പോഴറിയാം അവരുടെ പറച്ചിൽ പ്രത്യേകപരമായ പറച്ചിലാണ്. സാധാരണ ഒരാൾ സംസാരിക്കുന്ന രീതിയിലല്ല അവർ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്തരം ആൾക്കാർ തീർച്ചയായിട്ടും അവരിത് പറഞ്ഞിരിക്കും. അത് അവരുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ പറയുമ്പോഴും നമ്മൾ പറയാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് എന്ന് നമ്മൾ തീർത്തും പറയണം. പിന്നീട് ഇതിനൊക്കെ ഉപരിയായിട്ട് ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെല്ലാനുള്ളതെന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്റുകളുണ്ട്. ഈ ദിക്റുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാം. കമ്പയിൽ നിന്ന് രക്ഷപ്പെടാം, കൺവിഷത്തിൽ നിന്ന് രക്ഷപ്പെടാം, നാക്കുദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാം, മറ്റ് പല ഉപദ്രവങ്ങളിൽ നിന്നും. ദുനിയാവിൽ പല പല ഉപദ്രവങ്ങളുള്ള സംഗതികളൊക്കെ നമുക്കുണ്ട്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്റുണ്ട്. ആ ദിക്ർ നമ്മൾ ചെയ്യാൻ മതി. ദിക്ർ എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ട് ആരും കണക്കാക്കരുത്. അത്തരം ദിക്റുകളുടെ അർത്ഥമെന്ന് പറഞ്ഞാൽ എത്ര അർത്ഥം പറഞ്ഞാലും മതിയാകില്ല. എന്നാൽ നമുക്ക് അല്പകാര്യം നമുക്കിവിടെ പറയാം എന്നേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ പറയാമെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും ആർക്കും തീർത്തൊന്നും പറയാൻ ഒക്കത്തില്ല. അത്ര വലിപ്പമേറിയ കാര്യങ്ങളാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്റിൽ അടങ്ങിയിരിക്കുന്ന ആ സത്യഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമായി എല്ലാം പറയാൻ ആരാലും സാധ്യമല്ല. ഈ ലോകത്തൊരു വ്യക്തിക്കും അത് കഴിയില്ല. അത്രത്തോളം അതിൽ കാര്യങ്ങൾ അടങ്ങിയിരിക്കുകയാണ്. പക്ഷേ നമുക്കത് അല്പം നമുക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ആ ദിക്ർ ഞാൻ ഇവിടെ ചെല്ലാൻ പോകുന്നു. ആ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളതായ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാം. ആ രക്ഷപ്പെട്ട് വരുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ഗുണങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തആല തരുന്നതാണ്. കുടുംബത്തിന് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ടുള്ള ഐശ്വര്യം, മറ്റു രീതിയിലുള്ള ഐശ്വര്യം, മറ്റെല്ലാ ഹലാലായ
മേഖലയിലുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിന് തരുന്നതാണ്. ദീനീപരമായ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നതമായ നിലയിൽ നമ്മൾ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുകയും വേണം. ദീനീപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമസ്കാരം, നൊയമ്പ്, സക്കാത്ത്, ധർമ്മം, സലാത്ത്, ദിക്ർ, ഇതൊക്കെ നമ്മൾ ചെയ്യുകയും വേണം. പിന്നെ ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള ധർമ്മങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ചെയ്യണം. ഇത് ഏറ്റവും ഒരു മനുഷ്യന് ആവശ്യമായ കാര്യമാണ്. പിന്നീട് പരസ്പര ബന്ധം, അയൽബന്ധം, സ്നേഹബന്ധം, ഇതൊക്കെ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. സുഹൃത്ത് ബന്ധം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാത്തിനും കൂടിയുള്ള ഒരു നന്മ ഇതാണ്. അമ്മ ഈ ദിക്ർ അറിയിരിക്കുകയാണ്. ഞാനിതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ഈ ദിക്ർ എന്ന് പറയുന്നത് നമ്മളങ്ങ് ചെല്ലണം. ഇത് ചെല്ലുന്ന സമയത്ത് 101 ദിക്ർ നമ്മൾ ചെല്ലിയിരിക്കണം. ഈ 101 ദിക്ർ ചെയ്യുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞങ്ങളൊക്കെ ഇത് ഒരുപാട് ഞാൻ ചെല്ലുന്നവരാണ്. അതുകൊണ്ട് 101 ദിക്ർ ചെല്ലുന്ന സമയം, ഈ തുടങ്ങുന്ന സമയം 101 ദിക്ർ നിങ്ങൾ ചെല്ലണം. പിന്നീട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്, സമയ സന്ദർഭം അനുസരിച്ച് ദിക്റുകൾ ചെല്ലിയാൽ മതി. ആരംഭത്തിൽ 101 ദിക്ർ തന്നെ ചെല്ലി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ ദുആക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ദുആ സ്വീകരിക്കും എന്നുള്ള തർക്കമില്ല. മാത്രമല്ല, ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദിക്റിൻ്റെ ഗുണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഗുണം തരുന്നതാണ്. ഒരുപക്ഷെ ഈ ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, പല പല വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നല്ലോ എന്നൊക്കെ വെച്ചുകൊണ്ട് ചെല്ലാറില്ല. ചൊല്ലിയിട്ട് അങ്ങ് നിർത്തുകയും ചെയ്യും. പക്ഷേ അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമി ലോകത്തും പരലോകത്തും ഒക്കെ നമുക്ക് തരും. അതിലൊരു തർക്കമില്ല. അങ്ങനെ ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.